കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ആണെന്നുള്ള റാങ്കിങ് കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നത് തെറ്റായ റോങ് ഫാക്റ്റാണ്. ഫാക്ച്വലി റോങ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സോ തരൂർ ഈസ് ജസ്റ്റിഫൈഡ് ഇൻ റൈറ്റിംഗ് ദിസ്. കാരണം അദ്ദേഹം രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ LDF സർക്കാരും രാജീവും നടത്തുന്ന PR വർക്കിൽ ദിസ് എ മിസ്ലീഡിംഗ് ഫാക്ട് ഓർ എ റോങ് ഫാക്ട്. ഞാൻ വീണ്ടും വളരെ കോഷ്യസായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ദിസ് ഈസ് എ മിസ്ലീഡിംഗ് ഓർ റോങ് ഫാക്ട്. ഞാൻ കാറ്റഗോറിക്കലി എൻ്റെ ബഹുമാനായ നേതാവ് ശ്രീ ശശി തരൂർ അടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ദ ഫാക്ട് വിച്ച് യു റെഫേർഡ് ഫ്രം രാജീവ് ഈസ് അബ്സല്യൂട്ട്ലി റോങ് ആൻഡ് മിസ്ലീഡിംഗ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമെന്ന്. കാരണം ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കിങ് 1 കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്ന് വരെ ഒരു കാര്യവും എഴുതിയിട്ടില്ല. ഒരു ഇതുമില്ല. ദാറ്റ് ഐ ക്യാൻ പ്രൂവ്. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഞാനിപ്പോൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതായത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ റാങ്ക് 1 കേരളത്തിനാണ് എന്ന് കേന്ദ്ര സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് CPM സർക്കാരിൻ്റെയും CPM പാർട്ടിയുടെയും ഒരു തന്ത്രവും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഇവർ ഈ പണി ചെയ്തത് കോവിഡുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയതിന് മുമ്പിൽ നിന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി KK ശൈലജയായിരുന്നു. എന്തൊക്കെയായിരുന്നു കോവിഡിനെ സംബന്ധിച്ച്? കേരളം നമ്പർ 1, ലോകത്ത് നമ്പർ 1, കോവിഡിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത്. അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ എന്നെ വിളിക്കുന്നു, എന്നോട് ചോദിക്കുന്നു ഇപ്പം അവസാനം വന്നപ്പോൾ കോവിഡിൻ്റെ അവസാനം വന്നപ്പോൾ ബാക്കി വന്ന എന്താണ്? കോവിഡിൻ്റെ സമയത്ത് നടത്തിയ കൊള്ളയാണ് അവസാനം നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്ന കേരളത്തെ ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധം നടത്തിയ സംസ്ഥാനമായി, സർക്കാരായി, മുഖ്യമന്ത്രിയായി, മന്ത്രിയായി അവതരിപ്പിച്ച പാർട്ടിയാണ് CPM. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ അടുത്ത PR വർക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത പ്രചരണം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചിരിക്കുന്നു, കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ദിസ് ഈസ് മിസ്ലീഡിങ്, ഫാക്ച്വലി റോങ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തരൂർ കോട്ട് ചെയ്തത് രാജീവിനെയായിപ്പോയി. കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ സ്വഭാവം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം ഒരുപക്ഷെ ശശി തരൂർ ഇതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ പറയുന്നതിനെയോ പ്രചരിപ്പിക്കുന്നതിനെയോ അപ്പടി വിശ്വസിക്കരുത് എന്ന ലെസൺ പ്രോബബിളി മൈ ലീഡർ ശശി തരൂർ ഒരുപക്ഷെ ഇതിൽ നിന്നും പഠിക്കുമായിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റുകാർ പറയണം, വിശ്വസിച്ച് പറയാൻ നിന്നാൽ ഇതാണ് അവസ്ഥ. ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ 1 ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഈ സർക്കാരിൻ്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിൻ്റെ ഭാഗം മാത്രമാണ്. ആ ഭാഗം തരൂർ ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി. ബട്ട് ഹീസ് ജസ്റ്റിഫൈഡ്. കാരണം അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ദ അതർ പാർട്ട് ഐ ഡിഡ്ന്റ് ചെക്ക്. സ്റ്റാർട്ടപ്സിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ ഒപ്പീനിയൻ പറയുന്നില്ല. പക്ഷേ തരൂരിൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ട കോൺട്രോവേഴ്സിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതിനേക്കാളൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ തരൂരിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി ദ മോസ്റ്റ് ഹാപ്പി. തരൂരിന് മിസ്റ്റേക്ക് പറ്റുന്നത്, തരൂർ ഈസ് ജസ്റ്റിഫൈഡ് ബട്ട് ഹി കോട്ടഡ് എ മിസ്ലീഡിംഗ് ഫാക്ട്. രാജീവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ആ ഉള്ളിലൊരു സംശയത്തിൻ്റെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയം 100% കറക്റ്റാണ്. ഞാൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞതിന് രാജീവിൻ്റെ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന് പിറ്റേ ദിവസം പറയാനിരുന്നപ്പോഴാണ് സഭ അടിച്ചു പിരിഞ്ഞു പോയത്. അതുകൊണ്ട് കേരള സമൂഹത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, കേരള സർക്കാരിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിങ് 1 കേരളമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു റാങ്കിങ് നടന്നിട്ടുമില്ല. അത് പ്രൂവ് ചെയ്യേണ്ട വന്നാൽ ഞാൻ കേരള സമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യും. അതല്ലെങ്കിൽ അത് ഡിനൈ ആയിട്ട്, അല്ലെങ്കിൽ ലെറ്റ് ഹിം ഷോ, കേരളത്തോട് കാണിക്കാലോ ദിസ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് റാങ്ക് നമ്പർ 1 ടു us എന്ന് കാണിക്കാമല്ലോ രാജീവിന്. രാജീവ് അത് അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഞാൻ ആ സെന്റൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം ഫസ്റ്റ് സെന്റൻസ്
ഐ മീൻ താങ്ക്ഫുള്ളി അതിൻ്റെ അദ്ദേഹത്തിന് ഒരു റൈറ്റിങ്ങിൽ ഇതാണ്, നമ്മൾ ആരെയാണോ കോട്ട് ചെയ്യുന്നത് മെൻഷൻ ചെയ്യും. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, ദിസ് ഈസ് ആൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ലേഖനത്തിൽ. രാജീവ് പറഞ്ഞത്, രാജീവിന് വിശ്വസിച്ചതാണ് തെറ്റ്, അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചത് അത് മിസ്ലീഡിംഗ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ അദ്ദേഹത്തോട് ഞാൻ പറയേണ്ട ആളല്ല, ഞങ്ങളൊക്കെ ജെഎൻയുവിൽ പഠിക്കുമ്പോൾ സാറന്മാർ പറയായിരുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നും കോട്ട് ചെയ്യാം, പക്ഷെ കോട്ട് ചെയ്യുന്നത് റിലയബിൾ സോഴ്സസ് എന്നായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ്സ് ആർ നോട്ട് റിലയബിൾ സോഴ്സസ്. ലേഖനത്തിൻ്റെ ഒരു എസെൻസ്, ലേഖനത്തിൻ്റെ ഒരു എസെൻസ് മനസ്സിലാക്കുമ്പോൾ ഐ എം ഹാപ്പി അബൌട്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ലേഖനത്തിൻ്റെ അവസാന ഭാഗം കേരളം ചർച്ച ചെയ്യണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം പറയണം, മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ MP ഗോവിന്ദനൊക്കെ അഭിപ്രായം പറയട്ടെ. അവരിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, തരൂരിൻ്റെ ലേഖനത്തെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, തരൂരിൻ്റെ ലേഖനത്തെ എൻഡോസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിൽ ആദ്യം അവർ അംഗീകരിക്കേണ്ടത് വികസനത്തിനും വളർച്ചയ്ക്കും പൗരന്മാരുടെ അല്ലെങ്കിൽ സിറ്റിസൺസിൻ്റെ നന്മയ്ക്കും മുതലാളിത്തമാണ്, ചെങ്കൊടിയല്ല. പ്രക്ഷോഭം, അജിറ്റേഷൻ തെറ്റായിപ്പോയി. അത് ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം എന്താ, ഇപ്പം അവർ മസാല ബോണ്ട് വാങ്ങുന്നു, അവർ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നു, അവരുടെ എല്ലാ നയങ്ങളും അവർ മാറ്റിയല്ലോ. സോ മേ ബി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ മാത്രമായിട്ട് അത് അറിയാൻ മനസ്സിലാക്കിയ പോരല്ലോ. അപ്പം സാധാരണ സഖാക്കന്മാർ, ഈ തൊഴിലാളി വർഗം എന്ന് വിചാരിച്ച് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ കൂടി നിങ്ങളിതൊന്ന് അപ്പോൾ ആ ഒരു ജോലി AK ബാലനോ മറ്റ് നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നു ഇത് ചർച്ചയാണെന്ന്. അപ്പോൾ അതിനെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഇതിനെ അംഗീകരിച്ച നിലയ്ക്ക് സാധാരണ, കാരണം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതാനുഭവം നിങ്ങൾ കാണുന്നില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവം കാണുന്നില്ലേ? ഇന്ന് പാർട്ടിയുടെ ഹയറാർക്കിയിൽ നേതൃത്വത്തിലുള്ള എല്ലാവരും മുതലാളിമാർ തന്നെയാണ്. മുതലാളിത്തത്തോട് ചേർന്ന് നിന്ന കാലഘട്ടം കഴിഞ്ഞു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എത്ര മാറിയെന്ന് സാധാരണ സഖാക്കൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മുതലാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്നു, ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ ആയിരുന്നു. നോ, ബട്ട് നൗ അവർ റിയൽ മുതലാളിമാരായി എല്ലാവരും. നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം സഖാക്കന്മാർ. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇവരെ ഇത്രയും ആവേശം കൊള്ളിച്ചത് തരൂരിൻ്റെ ഈ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർക്ക് പറയാൻ ബണിയും പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യം വളരെ പച്ചയായി അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതിനെ അങ്ങ് സെലിബ്രേറ്റ്, ഇതിനെ അങ്ങ് ആഘോഷിച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ.